ഫരിസേയരിൽപ്പെട്ടവനും യഹൂദ പ്രമാണിയുമായിരുന്ന വ്യക്തി ആരാണ്? നിക്കോദേമോസ്. നിക്കോദേമോസ് ഏതു സമയത്താണ് യേശുവിൻ്റെ അടുത്തു വന്നത്? രാത്രി. നിക്കോദേമോസ് യേശുവിനെ അഭിസംബോധന ചെയ്തത് എന്തു പേര് വിളിച്ചാണ്? റബ്ബി. ദൈവരാജ്യം കാണണമെങ്കിൽ ഒരുവൻ എങ്ങനെ ജനിക്കണം എന്നാണ് യേശു പറഞ്ഞത്? വീണ്ടും ജനിക്കണം. ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഒരുവൻ ജലത്താലും മറ്റെന്തിനാലുമാണ് ജനിക്കേണ്ടത്? ആത്മാവിനാൽ. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് എന്താണ്? ആത്മാവ്. ആത്മാവിൽ നിന്നും ജനിക്കുന്ന ഏവനെയും വ്യക്തമാക്കാൻ യേശു നൽകിയ ഉദാഹരണം ഏതാണ്? കാറ്റ്. യേശു ആരോടാണ് നീ ഇസ്രായേലിലെ ഗുരുവല്ലേ എന്ന് ചോദിച്ചത്? നിക്കോദേമോസിനോട്. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നവനായി യേശു തന്നെ വിശേഷിപ്പിച്ചത് ഏതു നാമത്തിലാണ്? മനുഷ്യപുത്രൻ. മരുഭൂമിയിൽ മോശ എന്തിനെയാണ് ഉയർത്തിയത്? സർപ്പത്തെ. മരുഭൂമിയിൽ മോശ സർപ്പത്തെ ഉയർത്തിയതുപോലെ ആര് ഉയർത്തപ്പെടണം എന്നാണ് യേശു പറഞ്ഞത്? മനുഷ്യപുത്രൻ. തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം ലോകത്തിന് നൽകിയത് ആരെയാണ്? തൻ്റെ ഏകജാതനെ. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ എന്തിനു വിധിക്കാനല്ല, ശിക്ഷയ്ക്ക് വിധിക്കാനല്ല. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി എന്തിനെയാണ് സ്നേഹിച്ചത്? അന്ധകാരത്തെ. തിന്മ പ്രവർത്തിക്കുന്നവൻ എന്തിനെയാണ് വെറുക്കുന്നത്? പ്രകാശത്തെ. തൻ്റെ പ്രവൃത്തികൾ ദൈവൈക്യത്തിൽ ചെയ്യുന്നവയെന്ന് വെളിപ്പെടാൻ സത്യം പ്രവർത്തിക്കുന്നവൻ എവിടേക്ക് വരുന്നു? വെളിച്ചത്തിലേക്ക് വരുന്നു. കാനായിലെ സംഭവങ്ങൾക്ക് ശേഷം യേശുവും ശിഷ്യന്മാരും ഏതു ദേശത്തേക്കാണ് പോയത്? യൂദയ ദേശത്തേക്ക്. സാലീമിനടുത്തുള്ള ഏത് സ്ഥലത്താണ് വെള്ളം ധാരാളമുണ്ടായിരുന്നതിനാൽ യോഹന്നാൻ സ്നാനം നൽകിയിരുന്നത്? ഏനോനിൽ. യോഹന്നാൻ്റെ ശിഷ്യന്മാരും ഒരു യഹൂദനും തമ്മിൽ തർക്കമുണ്ടായത് എന്തിനെക്കുറിച്ചാണ്? ശുദ്ധീകരണത്തെപ്പറ്റി. മണവാട്ടിയുള്ളവനെ യോഹന്നാൻ വിശേഷിപ്പിച്ചത് എന്തെന്നാണ്? മണവാളൻ. അവൻ വളരുകയും ഞാൻ എന്താവുകയും വേണം എന്നാണ് സ്നാപക യോഹന്നാൻ പറഞ്ഞത്? കുറയുകയും. ഭൂമിയിൽ നിന്നുള്ളവൻ എവിടെ നിന്നുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്? ഭൂമിയിൽ നിന്നുള്ള കാര്യങ്ങൾ.
ദൈവം അളന്നല്ല എന്തിനെയാണ് കൊടുക്കുന്നത്? ആത്മാവിനെ. പിതാവായ ദൈവം എല്ലാം ആരുടെ കൈകളിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? പുത്രൻ്റെ. പുത്രനെ അനുസരിക്കാത്തവൻ്റെ മേൽ എന്തുണ്ടാകുമെന്നാണ് വചനം പറയുന്നത്? ദൈവകോപം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. അധ്യായവും വാക്യവും ഏത്? യോഹന്നാൻ 3:5. എന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യോഹന്നാൻ 3:16. ഇതാണ് ശിക്ഷാവിധി. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു, കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. യോഹന്നാൻ 3:19. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. യോഹന്നാൻ 3:30. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു, എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല. യോഹന്നാൻ 3:36.